താരകാസുരന്റെ വിക്രമങ്ങൾ തുടരുന്ന കാലത്ത് പർവ്വതശ്രേഷ്ഠനായ ഹിമവാനും മഹാമേരു പുത്രിയായ മേനയും വിവാഹിതരായി. വിവാഹാനന്തരം മധുവിധു ആഘോഷിച്ചുകൊണ്ട് ആ ദമ്പതികൾ നെടുനാൾ വാണു. എന്നാൽ കാലം കടന്നു പോയിട്ടും മേന ഗർഭവതിയായില്ല. ഹിമവാനും പത്നിയും ദുഃഖിതരായി മാറി. തങ്ങളുടെ ദുഃഖശമനത്തിനായി അവർ ദേവീ പൂജയിൽ മുഴുകി. 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവി അവർക്ക് പ്രത്യക്ഷയായി. അമ്മേ മഹാദേവി, അനവധ്യ ദുഃഖത്താൽ പീഡിതരായ ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചാലും. അവർ അപേക്ഷിച്ചു. അല്ലയോ ഹിമവാൻ, ഓരോന്നും സംഭവിക്കുവാൻ നിശ്ചിതമായ കാലമുണ്ട്. അബദ്ധ്യ ദുഃഖത്താൽ മനപ്രയാസം നേരിടുന്ന താങ്കളുടെ വേദന ശമിക്കുവാനുള്ള സമയം ഇതാണ്. മേനാദേവി, അവിടുത്തെ പുത്രിയായി ഞാൻ അവതരിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തേക്ക് എന്നെ കൂടാതെ 2 പുത്രിമാരും ഒരു പുത്രനും പിറക്കും. അവിടുത്തെ സന്താനമായി ജന്മം കൊള്ളുവാൻ എനിക്ക് അനുവാദം നൽകിയാലും. ദേവി അപേക്ഷിച്ചു. അമ്മേ, അവിടുന്ന് ഇങ്ങനെ അപേക്ഷിക്കരുതേ. അവിടുത്തെ കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരായ ഞങ്ങളോട് ആജ്ഞാപിക്കുക മാത്രം ചെയ്താലും. അവിടുത്തെ അവതാരത്തെ പുത്രിയായി ലഭിക്കുന്ന ഞങ്ങൾ ത്രിലോകങ്ങളിലും വെച്ച് പുണ്യവാന്മാരായി തീർന്നിരിക്കുന്നു. ഹിമവാനും മേനയും ആനന്ദാശ്രുക്കൾ വാർത്തുകൊണ്ട് പറഞ്ഞു. അനന്തരം ദേവി ഹിമവാനെയും പത്നിയെയും അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷയായി. ആനന്ദത്താൽ മതിമറന്ന ഹിമവാനും മേനയും ദേവീ സ്തുതികൾ മുഴക്കുകയും ചെയ്തു. അടുത്തത് കാളിയുടെ ജനനകഥയാണ്. തുടരുക.